ഒരു കല്യാണം കഴിച്ചത് മാത്രമേ അവർക്ക് ഓർമ്മയുള്ളൂ. ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോദ്യങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ചോദ്യം ചെയ്യലില് അവർക്കൊന്നും സംസാരിക്കാൻ കഴിയാത്ത വിധത്തില് അവരിങ്ങനെ പെട്ടുപോയി എന്നാണ് എനിക്ക് തോന്നുന്നത്. വേറെ ഒന്നുമല്ല, ഈ ഉദയ ഗിരിജ എന്ന് പറയുന്ന ഒരു സ്ത്രീയായിരുന്നു. അവരുടെ കല്യാണമാണ് ഞാൻ ശ്രദ്ധിച്ചത്. അതിനു മുന്നേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മകൻ അനാഥാലയത്തിൽ, അവർ തന്നെ നടത്തുന്ന അനാഥാലയത്തിലെ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചു, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടൊരു വാർത്തയും കാര്യങ്ങളും അതുപോലെ കുറച്ച് ഇൻ്റർവ്യൂ ഒക്കെ കണ്ടിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഈ കല്യാണ കോപ്രായങ്ങൾ വന്നത്. അതായത് ലോകത്താരും കല്യാണം കഴിക്കാത്തതുമാതിരി ഞാൻ മാത്രമാണ് ആദ്യമായിട്ട് രണ്ടാമത് കല്യാണം കഴിക്കുന്നത് എന്നുള്ള തരത്തിൽ എൻ്റെ മക്കളാണ് എന്നെ ഇതിന് പ്രേരിപ്പിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ഭയങ്കരമായിട്ട് ആഘോഷപരമായിട്ട് ഈ ലോകത്തുള്ള ചാനലുകൾ മുഴുവൻ, ഇനി BBC മാത്രമേ ഒഴിവുള്ളൂ, അതിലും കൂടി പോയി കഴിഞ്ഞാൽ തൃപ്തിയായി എന്ന് പറഞ്ഞ പോലെയാണ്. അപ്പോൾ ഇന്നലെ ഇതൊക്കെ നമ്മുടെ മലയാളികൾക്കൊരു സ്വഭാവമുണ്ട്. അവർ തോണ്ടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അങ്ങ് ഏടുന്ന ചന്ദ്രനിൽ നിന്ന് വരെ തോണ്ടിയിട്ട് കൊണ്ടുവരുമായിരുന്നു. അങ്ങനെയാണ് നമ്മളെ മലയാളികൾ. അതായത് ഇപ്പോൾ ബേസിൽ ജോസഫിൻ്റെ അവസ്ഥ നിങ്ങൾ കാണുന്നില്ലേ? ബേസിൽ ജോസഫിൻ്റെ പഴയകാല ചരിത്രങ്ങൾ മുഴുവൻ തോണ്ടിക്കൊണ്ട് വന്നിട്ടുണ്ട്. അതേപോലെയാണ്. അപ്പോൾ ഇവർ പണ്ട് കൊടുത്ത ഇൻ്റർവ്യൂകളും അതിൻ്റെ ഡേറ്റുകളും കാര്യങ്ങളും എന്തിനധികം പറയുന്നത്, കല്യാണം കഴിഞ്ഞ ഡേറ്റ് വരെ എടുത്തിട്ട് ചില ആൾക്കാർ കണക്ക് കൂട്ടാൻ തുടങ്ങി. അതായത് ഇവർ പറയുന്നത് പോലെയാണെങ്കിൽ കല്യാണത്തിന് മുന്നേ ഗർഭിണിയായിട്ടുണ്ടാകുമല്ലോ. അതായത് 7-ാം മാസത്തിൽ പ്രസവിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് 4 ദിവസം കൊണ്ട് ആശുപത്രി വിടുക എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു നേഴ്സ്, ടി ടോക്സ് എന്ന് പറയുന്ന ഒരു ചാനലിൽ ഒരു നേഴ്സ് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരൊരുപാട് കാര്യങ്ങൾ ചോദിച്ചപ്പോഴും നമുക്കും സംശയം തന്നെയാണ്. കാരണം നമുക്കിതിനെ പറ്റിയിട്ടൊന്നും പിന്നെ അറിയില്ലല്ലോ. നമ്മൾ നേഴ്സൊന്നുമല്ല, ഡോക്ടറുമല്ല. അപ്പോൾ ഒരു നേഴ്സിനെന്ന് പറഞ്ഞാൽ കുറച്ചൊക്കെ അറിയാമല്ലോ. അപ്പോൾ അവരിങ്ങനെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പിന്നെ 7-ാം മാസത്തിൽ പ്രസവിച്ചതാണെങ്കിൽ ഒരു കാരണവശാലും 4-ാമത്തെ ദിവസം ആശുപത്രി വിടാൻ കഴിയില്ല. അതെല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. പിന്നെ ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ കല്യാണത്തിന് മുന്നേ ഗർഭിണിയായിട്ടുണ്ടോ എന്നുള്ള സംശയമാണ് എല്ലാവർക്കും. ഈ കല്യാണത്തിന് മുന്നേ ഗർഭിണിയാകളെ വലിയ പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ ജനറേഷൻ അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ഉണ്ട്. അതായത് നിശ്ചയം മുതലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല സ്ഥലത്തും ഊരി ചുറ്റുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതൊക്കെ ഇന്നത്തെ ജനറേഷൻ്റെ ഒരു ഇത് തന്നെയാണ്. പക്ഷെ ഇവിടെ അതല്ല പ്രശ്നം. ഇവിടെ എന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം അമ്മ നടത്തുന്ന അനാഥാലയത്തിലെ കുട്ടിയാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അടിവരയിട്ട് നോക്കിക്കൊള്ളണം, അവിടെയുള്ള പെൺകുട്ടികൾ സുരക്ഷിതമാണോ എന്നാണ് എൻ്റെ ചോദ്യം. അതായത് ഇതുപോലെ കല്യാണത്തിന് മുന്നേ അവിടെയുള്ള അനാഥയായ ഒരു പെൺകുട്ടി ഗർഭിണിയായിട്ടുണ്ടെങ്കിൽ ഇവർ ചെയ്യുന്നത് അവിടെയുള്ള പെൺകുട്ടികൾ സുരക്ഷിതയാണോ? അതുമാത്രമാണ് എൻ്റെ ചോദ്യമായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ പല ആൾക്കാർ ലേഡീസ് ഹോസ്റ്റലൊക്കെ നടത്താറുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഓണറിൻ്റെ മകനാണെന്ന് പറഞ്ഞിട്ട് ലേഡീസ് ഹോസ്റ്റലിലേക്ക് കയറാൻ പറ്റുമോ? ഒരിക്കലും കയറാൻ പറ്റില്ല. അതായത് സ്ത്രീകളുള്ള ആ ഏരിയയിലേക്ക് വരെ പോകാൻ പറ്റില്ല. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ പല ഷോപ്പുകളിലും സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേഡീസ് ജോലി ചെയ്യുന്നുണ്ട്. അവർക്കൊക്കെ അക്കോമഡേഷൻ ഒരു സ്ഥലത്തായിരിക്കും. നേരെ എന്ന് വിചാരിച്ചിട്ട് ഈ ഓണർക്ക് അവിടെ കയറി ചെല്ലാൻ പറ്റുമോ? ഒരിക്കലും കയറി ചെല്ലാൻ പറ്റില്ല. അപ്പോൾ അതുപോലെയാണ് ഈ അനാഥാലയമായാലും എന്തൊക്കെ ആയിക്കഴിഞ്ഞാലും ശരി, അവിടെ അമ്മയാണ് നടത്തുന്നത്. അതുകൊണ്ട് എനിക്കും കയറി ചെല്ലാം, എനിക്കും ആരെ വേണമെങ്കിലും കാണാം എന്നൊക്കെ ഉണ്ടെങ്കിൽ അത് വളരെ തെറ്റായ പ്രശ്നം തന്നെയാണ്. ഒരു കാരണവശാലും അത് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല. അപ്പോൾ പിന്നെ അവരുടെ കല്യാണമല്ല ഇപ്പോഴും പ്രശ്നമായിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും പ്രശ്നമായിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു സംഗതി തന്നെയാണ് കത്തിപ്പടർന്നുകൊണ്ടിരിക്കുന്നത്. അതിന് ഇവരെ ശരിക്കും മറുപടി പറയേണ്ടി വരും. കാരണം എന്താണെന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയയിൽ വന്ന് വിളമ്പിയതാണ്. അല്ലാതെ എന്ന് പറഞ്ഞാൽ ആരും അങ്ങോട്ട് പോയിട്ട് അന്വേഷിച്ചതല്ല. എല്ലാ കാര്യങ്ങളും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ സ്റ്റാർ പരുവത്തിൽ വന്നിട്ട് ഇവിടെ കരുന്നിട്ട് ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് കാര്യങ്ങൾ ഗ്രഹിക്കണം. അതായത് സോഷ്യൽ മീഡിയ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ള കുട്ടികൾ മാത്രമല്ല, ഒരുപാട് ബുദ്ധിമാന്മാരും ഇത് കാണുന്നുണ്ട് എന്നുള്ള ഓർമ്മ എല്ലാവർക്കും വേണം. ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ ശരിക്കും വേർത്തു പോകുമെന്നുള്ളതാണ്. ഈ ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ടെന്ന് പറഞ്ഞാൽ ഈ സ്ത്രീ പറയുന്നൊരു കാര്യം, പഴയ ഇൻ്റർവ്യൂവിൽ വയസ്സായിട്ടില്ലായിരുന്നു, വയസ്സാകാത്തതുകൊണ്ടാണ് ഇത്രയും ലേറ്റായത് എന്നൊക്കെ പറയുമ്പോൾ വയസ്സാകാതെ ഗർഭിണിയായിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ കേസാണ്. അല്ലാതെ നമ്മളീ പറയുന്നത് പോലെ അതൊരു ചെറിയ കേസല്ല. അതുകൊണ്ടാണ് ഇവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും പെട്ടിരിക്കുന്നത്. ഈ കല്യാണ മാമാങ്കവും കല്യാണ ഘോഷയാത്രയും കല്യാണത്തിൻ്റെ താലികെട്ടും കല്യാണ വീഡിയോയും അതുപോലെ ഞാൻ മാത്രമാണ് രണ്ടാമത് കഴിക്കുന്ന അമ്മ, എൻ്റെ മക്കൾ മാത്രമാണ് നല്ലത് എന്നൊക്കെ പറഞ്ഞു വരുമ്പോഴേ ഇതുപോലെയുള്ള ഒരു അപകടം ഇവരാരും പ്രതീക്ഷിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇതൊരു വലിയ അപകടം തന്നെയാണ്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചില ചാനലുകളിൽ കണ്ടു, അവിടെ ജോലി ചെയ്തവരാണ്, അതുപോലെ തന്നെ അവിടെ കുറേ നാൾ ഉണ്ടായവരാണ്. അവരൊക്കെ പറയുന്ന ചില കാര്യങ്ങൾ, അതായത് ആ അനാഥാലയം ശരിക്കും
ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിലല്ല കൊണ്ടുപോകുന്നത്. അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും എല്ലാവരെയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട്, അതായത് നമ്മൾ ഈ കാണിക്കുന്ന ഈ പുറത്തെ ക്യാമറേൻ്റെ മുമ്പിൽ കാണിക്കുന്ന സ്നേഹവും ചിരിയും കളിയൊന്നും അതിൻ്റെ അകത്തില്ല എന്നാണ് ഇവരൊക്കെ പറയുന്നത്. അതായത് തികച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് കൃത്യമായിട്ടൊന്ന് അന്വേഷിക്കണം. പണ്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോയെന്ന് അറിയില്ല, ഒരുത്തനൊരു അനാഥാലയം നടത്തുന്നുണ്ടായിരുന്നു. അവസാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസിൻ്റെ ഭയങ്കരമായിട്ട് അവിടുന്ന് പരാതികൾ വന്നു. അങ്ങനെ പരാതികൾ വന്നപ്പോഴേ അനാഥാലയത്തിനെ പറ്റിയിട്ട് ഒരു അന്വേഷണം നടത്തുന്നു. അന്വേഷണം നടത്തുമ്പോഴാണ് മനസ്സിലായത് ഈ അനാഥാലയം നടത്തുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൺകുട്ടികളുടെ ആയിരുന്നത്. ഈ ആൺകുട്ടികളെ മുഴുവൻ എന്ന് പറഞ്ഞാൽ പ്രകൃതി വിരുദ്ധ പീഡനത്തിന് വരെ ഇരയാക്കിയിട്ടുണ്ടെന്നായിരുന്നു അന്നത്തെ ഒരു സംഭവമായിരുന്നു. അത് ഞാൻ ആളുടെ പേരൊന്നും പറയുന്നില്ല, ആളൊരു രാഷ്ട്രീയ നേതാവാണ്. ഇനി പറഞ്ഞിട്ട് അയാൾക്കൊരു ബുദ്ധിമുട്ട് വേണ്ട. അപ്പോൾ ഇതിൻ്റെയൊക്കെ പുറകിലെന്ന് പറഞ്ഞാൽ അന്യായമായ ഫണ്ടാണ് വരുന്നത്. കാരണം ഈ അനാഥാലയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനാഥാലയത്തിലേക്ക് കുറച്ച് പൈസ വേണം, ഇല്ലെങ്കിൽ കുറച്ച് ഭക്ഷണം വേണം, ഇല്ലെങ്കിൽ കുറച്ച് തുണി വേണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ പോലും മുടക്കം പറയില്ല. അതായത് അതിൻ്റെയൊക്കെ എന്ന് പറഞ്ഞാൽ ഇരട്ടിയായിട്ട് കൊടുത്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇതാണ് ഇവരുടെയൊക്കെ ഒരു വിജയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അല്ലാതെ ഇവരൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയേണ്ടത്, ഈ ബാങ്ക് ഇവരുടെ പിന്നെ വീട്ടിൽ നിന്ന് എടുത്തു കൊണ്ടുവന്നിട്ട് കൊടുക്കുന്നതൊന്നുമല്ല. അതുകൊണ്ടല്ലേ ഈ ചാരിറ്റി പ്രവർത്തനം നടത്തിയിട്ട് കേരളത്തിൽ ആരെങ്കിലും പൊളിഞ്ഞു പോയിട്ടുണ്ടോ? സൈക്കിളിൽ പോകുന്നവൻ ഇന്നോവയിൽ പോകുന്നു, അതുപോലെ തന്നെ ഇന്നോവയിൽ പോകുന്നവൻ ഇപ്പം ബെൻസിൽ പോകുന്നു. അങ്ങനെയാണ് നമ്മുടെ കേരളത്തിലെ ചാരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു ചാരിറ്റി വീഡിയോ ചെയ്തു കഴിഞ്ഞാൽ മതി, ഒരുപാടൊക്കെ ഉപകാരമുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് പേർക്ക് ഇതിനെ കൊണ്ട് ഉപകാരമുണ്ട്. പക്ഷേ ഈ ചീര, ഈ പിന്നെ തെങ്ങ് നനയുമ്പോൾ ചീര നനയുന്നു എന്ന് പറയുന്നത് പോലെ അവരും കൂടി നന്നാകുന്നുണ്ട്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ പണ്ടും ഒക്കെ ചാരിറ്റി ഉണ്ട്, പക്ഷെ അന്നൊന്നും എന്ന് പറഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയയും കാര്യങ്ങളൊന്നുമില്ല. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ കിട്ടിയ പൈസ കൃത്യമായിട്ട് ഏൽപ്പിക്കുന്നവരാണ് അന്നുള്ളവർ. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഇന്നൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാം ഡീലാണ്. ഈ ഡീലിലൂടെയാണ്. ആ ഡീലല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറ, ഈ ചാരിറ്റി പ്രവർത്തനം നടത്തുന്നവരൊക്കെ എങ്ങനെയാണ് പണക്കാരായത്? ഇവരൊക്കെ എവിടെയാണ് ജോലി ചെയ്യുന്നത്? ഇവരുടെയൊക്കെ പിന്നെ പണത്തിൻ്റെ ഉറവിടം എന്താണ്? അതായത് ഇവിടെ പല ആൾക്കാരുണ്ടല്ലോ ചാരിറ്റി പ്രവർത്തനം നടത്തുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അവർ നടത്തുന്നത് എനിക്ക് ഒരു കുഴപ്പമില്ല. അനാഥാലയം നടത്തി കഴിഞ്ഞാലോ അല്ലെങ്കിൽ വേറെ എന്ത് നടത്തി കഴിഞ്ഞാലോ ഒരു കുഴപ്പമില്ല. പക്ഷെ ഒരു കാര്യമുണ്ടാകണം, അതൊക്കെ സുതാര്യമായിരിക്കണം. പക്ഷെ കേരളത്തിൽ അങ്ങനെ ഒരു പരിപാടിയേ ഇല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ വലിയ വലിയ വീടുകളും സെറ്റപ്പുകളും കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ട് 4 തലമുറയ്ക്ക് ഇരുന്നുണ്ടായുള്ള കാര്യങ്ങളൊക്കെ ഇവരുണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാവപ്പെട്ട ആൾക്കാരുടെ 100 രൂപയും 200 രൂപയും മാത്രമാണ്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പം ഇവിടെ നിന്നൊരു പിന്നെ എന്താ പറയുക ചാരിറ്റിക്ക് വേണ്ടിയിട്ട് ഒരാൾ ആശുപത്രിയിലാണെന്ന് പറഞ്ഞിട്ട് ഒരു കോള് പോയി കഴിഞ്ഞാൽ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വലിയ മുതലാളിമാർന്നല്ല ഇതിന് പൈസ കൊടുക്കുന്നത്. അത്താഴ പ്രശ്നക്കാരായ ഒരുപാട് പേരാണ്. ഒരു വീട്ടമ്മ ഇതിനിടയ്ക്ക് എന്നോട് പറഞ്ഞത് അവരുടെ ഭർത്താവ് കൊടുക്കുന്ന പൈസയിൽ നിന്നാണ് അവർ ചാരിറ്റി ചെയ്യുന്നത്. ആലോചിക്കണം, അവരൊക്കെയാണ് ദൈവം. പക്ഷെ അവരെയൊന്നും ആരും കാണൂല. അവരെയൊക്കെ ഒരാൾ പോലും അംഗീകരിക്കത്തില്ല. ഇതുപോലെ തട്ടിപ്പും കാര്യങ്ങളും ഇങ്ങനെയൊക്കെ നടത്തുന്നവർക്ക് എന്ന് പറഞ്ഞാൽ അവാർഡുകൾ കൊടുക്കാൻ ആളുണ്ട്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സ്വീകരണത്തിനും ആൾക്കാരുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ നാട്ടിലെ ചാരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഈ അനാഥാലയങ്ങൾ ഇങ്ങനെ മുക്കിന് ഇങ്ങനെ പെരുകിക്കൊണ്ടിരിക്കും. അതാണ് ഇതിൻ്റെ ഒരു എന്താ പറയണ്ടേ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഈ സ്ത്രീയുടെ അനാഥാലയത്തെ പറ്റിയിട്ട് എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഒരുപാട് ആൾക്കാരൊന്നും തന്നെ ഭയം കൊണ്ട് മിണ്ടത്തില്ല. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതായത് നമ്മൾ പോയിട്ട് അന്വേഷിച്ച് കഴിഞ്ഞാൽ ഭയം കൊണ്ട് ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ എന്താകും സ്ഥിതി? അതുമാത്രവുമല്ല, ഇവർക്ക് വലിയൊരു പേരുണ്ട്. എന്താണെന്ന് വെച്ചാൽ സ്വന്തം മകനെ കൊണ്ട് തന്നെ സ്വന്തം അനാഥാലയത്തിലെ പെൺകുട്ടിയെ കല്യാണം കഴിപ്പിച്ചു എന്നുള്ളൊരു വലിയ പേര് അവിടെ കിടക്കുന്നതുകൊണ്ട് അത് ഇവർക്കൊരു വലിയൊരു പിടിവള്ളി തന്നെയാണ്. ആ പിടിവള്ളി തന്നെയാണ് ഇവർ എല്ലാ സ്ഥലത്തും പോയിട്ട് കല്യാണത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂ കൊടുത്തത്. ആ ഇൻ്റർവ്യൂ കൊടുത്തത് ഏറ്റവും വലിയ മോശമായി എന്ന് ഞാൻ പറയുള്ളൂ. കാരണം നമുക്ക് ഇൻ്റർവ്യൂ കൊടുക്കാം, ഒരു ചാനലിലോ അല്ലെങ്കിൽ ഒരു 2 ചാനലിലോ കൊടുക്കാം. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സകല ചാനലിലും കയറിയിട്ട് ഇതുപോലെ ഇങ്ങനെ ആകുമ്പോൾ എൻ്റെ പൊന്ന് സ്ത്രീയെ നിങ്ങൾ എന്തായി കാണിക്കുന്നത്? അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. ഇന്നലെ ഞാനിട്ട വീഡിയോയിൽ ഒരുപാട് കമൻറ്റ് കണ്ടായിരുന്നു. ആലോചിച്ച് നോക്കണം, നല്ല നല്ല ജീവിതം നയിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇവിടെ കിടന്നിട്ട് ഇങ്ങനെ കോപ്രായം കാണിക്കാതെ ഇതിനൊക്കെ പോയിട്ട് മറുപടി പോയിട്ടായിരുന്നു. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഒന്ന് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേ, 4 ആൾ അറിയട്ടെ. പിന്നെ ലൈക്ക് കമൻറ്റ് മറന്നുപോയേ ചെയ്യരുത്. നന്ദി, നമസ്കാരം.